ഹലോ നമസ്കാരം. എൻ്റെ കയ്യിലുള്ള റോസ് ചെടികളൊക്കെ നശിച്ചു പോയായിരുന്നു കേട്ടോ. ഒരു 10-15 പ്ലാന്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും എല്ലാം തന്നെ പോയിട്ട് 1-2 ബാക്കി വന്നതിൽ ഒരെണ്ണമാണ് ഇത്. ഇപ്പോൾ വീണ്ടും പൂത്ത് തുടങ്ങി കംപ്ലീറ്റ് നശിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഫുൾ പ്രൂൺ ചെയ്തു കേട്ടോ. ഡീപ്പ് പ്രൂൺ ചെയ്തിട്ട് എന്താ പറയുക, പഴത്തിൻ്റെ തൊലിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ബക്കറ്റിൽ. ആ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടോ. അങ്ങനെ അത് 2 പ്രാവശ്യം ചെയ്തു. അതിന് ശേഷം നമ്മൾ അതിന് ശേഷം ഉണ്ടല്ലോ ഒരു തവണ DAP ഇട്ട് കൊടുത്തു. ഇപ്പോൾ പുതിയ തളിർപ്പൊക്കെ വന്ന് അതെ മുട്ടൊക്കെ വരുന്നുണ്ട്, പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഈ ചെടിയുടെ അവസ്ഥ. ഈ നിൽക്കുന്ന റോസ് കേട്ടോ ഉണ്ട്, മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ റോസ് പോയതുകൊണ്ട് ഏത് റോസാണ് പോയത് ഇതിൻ്റെ വിടർന്നാലേ എനിക്കറിയത്തുള്ളൂ. ഇതും പുതിയ തളിർപ്പൊക്കെ വന്ന് ഇതുപോലെ തന്നെ ചെയ്താണ്. ഞാൻ പഴത്തിൻ്റെ തൊലി, ഉള്ളി, സവോളയുടെ ഒക്കെ തൊലിയില്ലേ ഒരു വലിയ ബക്കറ്റിലിട്ട് വെച്ചിരിക്കുക. പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഒരു ശർക്കരയും കുറച്ച് കായും കൂടി ഇട്ട് വെച്ചേക്കുവാണേ. അപ്പോൾ അതെന്നിട്ട് തെളിയെടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം DAP ഇട്ട് കൊടുത്തു. ഇപ്പോൾ അത് പുതിയ തളിർപ്പിലൊക്കെ മുട്ട് വന്നിട്ടുണ്ട്. ഈ 2 ചെടികളാണ് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നത്. ബാക്കി ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് വെച്ചേക്കുവാണേ. ഇതെൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഹൈബ്രിഡ് ചെമ്പരത്തി ആട്ടോ. ഇതിങ്ങനെ ഒറ്റ കമ്പായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തു കേട്ടോ. ഉണ്ട്, കട്ട് ചെയ്തിട്ട് പിന്നെ വന്നപ്പോൾ നന്നായിട്ട് പിടിച്ചു മുട്ട് വന്നു. പക്ഷേ ഇതിലിടയ്ക്കുണ്ടല്ലോ ഇങ്ങനെ മഞ്ഞളിച്ച് പോയതുണ്ടോ. അപ്പോൾ ഇന്നലെ ഒരു മുട്ട മഞ്ഞ കളറിലായി പോയി. നല്ല ഭംഗി ഇതിൻ്റെ പൂവ് കാണാനായിട്ട്. പക്ഷേ ഇതിലൊക്കെ എന്തോ ഒരു തരം വെള്ളപ്പൊടി കാണുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ സാഫം കാണും, അപ്ലൈ ചെയ്യണം. നല്ല ഭംഗിയുള്ള പൂവാണേ. പക്ഷെ നിറയെ മുട്ട് വരുന്നുണ്ട് പുതിയ തണ്ടിലൊക്കെ. എൻ്റെ കയ്യിൽ ബോഗൻ വില്ലാസ് വളരെ കുറവുള്ളൂ കേട്ടോ. ഇതിൻ്റെ വെറൈറ്റി നെയിമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് പ്രൂൺ ചെയ്ത് കുറേ നാളായത്. അപ്പോൾ അത് പിന്നെയും തണ്ട് നീണ്ട് ഇങ്ങനെ വന്നു കേട്ടോ. കണ്ടോ, ആണ് അതിൻ്റെ പൂവ്. നല്ല ഭംഗിയുള്ള പൂവാണേ. ഒരു ഗ്രീനും അല്ല വൈറ്റും അല്ല. എന്നിട്ട് സൈഡിലൊരു ഞരമ്പ് പോലെ, അതിൻ്റെ സെൻറ്ററിൽ ഞരമ്പ് പോലെയുള്ളത് പിങ്ക്. വേറെ കളർ ചേഞ്ചസ് വരത്തില്ല. ലൈറ്റ് ഒരു പിങ്കിലോട്ട് ചെറുതായിട്ട് വരും അതിൻ്റെ ഇങ്ങനെ തുമ്പൊക്കെ. പിന്നെ പതിവ് പോലെ നമ്മുടെ ഇത് ഇപ്പോമിയ കാർഡിനൽ ക്രീപ്പർ പ്ലാന്റ് പൂവൊക്കെ നിറച്ചുണ്ടാകുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടൈം ഇപ്പോഴായതുണ്ടാവും കേട്ടോ. കുറേ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ഭംഗിയായിട്ട് ഈ ഡാർക്ക് പച്ച ലീഫിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡാർക്ക് മജന്ത, അതിനിടയ്ക്ക് കുറച്ച് പുതിയ ലീവ്സൊക്കെ വരുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ആയിരിക്കും ഷെയ്ഡ്. നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഇതാണ് ഒരു റോസ്. ഇത് ഞാനെല്ലാം പ്രൂൺ ചെയ്തതിന് ശേഷം കുറച്ച് വളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പുതിയ തളിർപ്പ് വരുന്നതിൽ മുട്ട് വന്നു തുടങ്ങി കേട്ടോ. പിന്നെ ഇവിടെ കേട്ടോ, ഇത് കണ്ടോ, ഇതിൽ ഒരു പ്രൂൺ ചെയ്ത കമ്പെടുത്ത് ഇതിൻ്റെ സൈഡിൽ കുത്തിച്ച് വെക്കണേ. മണ്ണ് ഡ്രൈ ആയതുകൊണ്ട് തന്നെ കുറച്ചത്രയ്ക്ക് അത് പിടിച്ചിട്ടില്ല. എന്നാലും പുതിയ കിളിർപ്പ് വരുന്നതിലൊക്കെ മുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെടി എന്തായാലും ജീവൻ വെച്ചു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച പ്രൂൺ ചെയ്ത് കംപ്ലീറ്റ് പ്രൂൺ ചെയ്തിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തേക്കണേ. അത് നല്ല പൂക്കളുള്ള ചെടികളായിരുന്നു കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നിന്നതാണ്. പെട്ടെന്ന് അത് എന്തോ സംഭവിച്ചു, എന്തൊക്കെയോ പ്രാണികളൊക്കെ കയറി കംപ്ലീറ്റ് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഡെഡായിപ്പോയി. പിന്നെ ഒരു തരത്തിലിങ്ങനെ ഞാൻ ഒരാഴ്ച പിന്നെ തണലത്ത് വെച്ചു കേട്ടോ. അതിനെ കംപ്ലീറ്റ് പ്രൂൺ ചെയ്ത് വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതും കണ്ടോ, പുതിയ ഇല വരുന്നതിൽ പുഴു കയറി തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്ലാന്റ് ഇതാണ്. ഇത് കംപ്ലീറ്റ് പോയിട്ട് ഇപ്പോൾ പുതിയ തളിർപ്പൊക്കെ വരുന്നുണ്ട്. പുതിയ തളിർപ്പ് വരുന്നതിലൊക്കെ മുട്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോസിന്
ഇതുപോലെ ആദ്യമായിട്ടൊക്കെ റോസ് വളർത്തുന്നവർക്ക് നശിച്ചു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാട്ടോ. കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം തണലത്ത് വെക്കുക. പിന്നെ മണ്ണൊക്കെ ചോട്ടിലെ മണ്ണൊക്കെ ഇളക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസിൻ്റെയും പഴത്തൊലിയൊക്കെയുള്ള വെള്ളം എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ച്, അല്ലെങ്കിൽ ഡയറക്റ്റ് അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് ഇങ്ങനെ അതിൻ്റെ വെള്ളം ഒന്ന് എടുത്ത് കുറച്ച് ഒഴിച്ചൊക്കെ കൊടുത്ത് അതിനെ വളർത്തിയെടുക്കാം കേട്ടോ. പിന്നെ വരുന്ന പുതിയ തളിർപ്പിലൊക്കെ മൊട്ട് വരും കേട്ടോ.